ഇപ്പൊ ഇത് പൗഡറൊക്കെ പൂശി ഒരു ആളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ശബ്ദിച്ചോ? ചത്തങ്ങൾക്ക് ജീവിച്ചിരിക്കലും അതല്ലേ? ശബ്ദിച്ചിട്ടുണ്ടോ ഈ കേരളത്തിൽ വേണ്ടി? പാർലമെന്റ് ശബ്ദിച്ചോ? പ്രസംഗിച്ചോ? എന്ത് ചെയ്തു? ചുമ്മാതെ വന്നിരിക്കുക പൗഡർ പൂജി, പിന്നെ ബ്യൂട്ടി പാർലറിൽ കയറി വെള്ളം പൂജിയിട്ട് പടം കൊടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ, വർത്താനം പറയാതെ സംഘൻ ഇല്ലേ? സംഘന്മാരുടെ ഏൽപ്പിച്ചോ? കഴിഞ്ഞ വോട്ട് ചെയ്തവർക്ക് അനുഭവിച്ചു. ഇനിയും വന്നിരിക്കുക. ഞാനിപ്പോ ഉണ്ടാക്കാം ഒലത്താവെന്നും പറഞ്ഞു. നന്നായി ഒലത്തേക്കുള്ളൂ, നന്നാക്കുമ്പോ. അതുകൊണ്ടാണല്ലോ കെട്ടിവെച്ച കാശ് കൊടുക്കാൻ പാടില്ല. നീതിബോധമുള്ളവരാണ്. അതാ ജോർജ് ഇവിടെ MP ആയിരുന്നല്ലോ. ഒരു MP ഉണ്ടെന്ന് തോന്നി അന്നല്ലേ? ഇതിനു മുമ്പ് തോന്നി പിന്നെ ലോറൻസ് MP ആയിരുന്നപ്പോ. അതിന് മുമ്പുണ്ട് PJ കുര്യൻ നേരെ പടിയായിരുന്നു. പെണ്ണുപിടി എന്നല്ല കേസാണ് ഉണ്ടായത്. എല്ലാം നമ്മൾ മറന്നോ? ഒക്കെ മറക്കുക ആളുകള്. പാടാക മാത്യു കൈപ്പത്തി അല്ലെ വേറെ സാധനമായിട്ട് വരും ചിഹ്നം. എല്ലാവരും ഒന്ന് കുത്തിക്കൊടുത്തു. വോട്ടും മേടിച്ച് ജയിച്ചു പോയ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇങ്ങോട്ട് വരിക. അല്ലാതെ ഒരുത്തരെ കണ്ടിട്ടില്ല. MN ലോറൻസ് അങ്ങനെ ആയിരുന്നില്ല. എല്ലാ ഘട്ടത്തിലും ഇവിടെ വന്നു. ജോയിസ് ജോർജ് ഈ ജില്ലക്കാരൻ എന്നും ഒപ്പം നിന്നു. ഇയാള് നിന്നോ? ഈ ഡീൻ കുര്യാക്കോസ് എപ്പോഴേലും ഇല്ല. അതുകൊണ്ട് പണ്ട് മുതലും കണ്ടതാ എല്ലാം വിദേശികളെ തൊമട നമ്മുടെ പടി. ആകെ സ്വദേശി എന്ന് പറഞ്ഞാൽ ഇപ്പോ ജോയിസാ. അതുകൊണ്ട് വയ്യാവേലി 5 വർഷം കയറി പിടിച്ചു. എങ്ങും കൊള്ളാത്ത വരുവോയി. വീണ്ടും ഈ വയ്യാവേലി ശോഭക്കാനുള്ള വിധി ആണോ ഇന്ത്യക്കാർക്കുള്ളത്, ഈ പിന്നെ ഇടുക്കിക്കാർക്കുള്ളത്? അതുകൊണ്ട് ഇവിടെയുള്ളത് കേരളത്തിന്റെ ശബ്ദം കേന്ദ്രം കേരളത്തിൽ അവഗണിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുന്നവൻ, അതിനെതിരെ പൊരുതുന്നവൻ പോകണം. കണ്ണനല്ല പോകേണ്ടത്, അതിന് പൊരുതാൻ ആർജവമുള്ള ആളാണ് സഖാവ് ജോയിസ് ജോർജ് എന്ന കാര്യം അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇത്തവണ പാർട്ടിയുടെ ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത്. അടിവാൾ ചുറ്റിയ നക്ഷത്ര ചിഹ്നത്തില് അദ്ദേഹത്തെ വോട്ട് ചെയ്ത് ഇടുക്കിക്ക് വേണ്ടി, ഈ കേരളത്തിന് വേണ്ടി, കേരളത്തിലെ LDF ഗവൺമെന്റിന് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദമുയർത്താൻ ഒരു കൈത്താങ് ഇടുക്കിയുടെ വകയായി നൽകണം. ജോയിസ് ജോർജിനെ വലിയ ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ